എടി നിനക്ക് ചായ കുടിക്കാനില്ലേ? ആ കഴിക്കാപ്പാ. എല്ലാം എന്നാ കഴിക്കാൻ ദോശയും ചട്നി ആക്കിയിട്ടുണ്ട്. ദോശയും ചട്നിയാ? അമ്മക്കറിയില്ല എനിക്ക് ദോശയും ചട്നി ഇഷ്ടമല്ല. എനിക്ക് ഇഡ്ഡലിയും ചട്നിയും മതി. ഇഡ്ഡലിയാ? ദോശ ആക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതൊക്കെ തിന്നോ. ഇതൊന്നാണ് തരാതരാക്കി തരാൻ വേണ്ടിട്ട് ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് പുട്ട് എന്നാണ് ഒരു 5 സ്റ്റാർ കൊണ്ടാ. ദോശ നല്ല ചൂടോടെ മൊരിഞ്ഞ ദോശയാണ്, വേണമെങ്കിൽ അത് തിന്നിട്ട് പോയിക്കോ. ദോശ അതെടുത്ത് നായി കൊടുത്ത് ചെറിയ പത്നിയാവണ്ട. അമ്മ ദോശ എനിക്കറിയില്ല എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടമെന്ന്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇഡ്ഡലി ആക്കി വെച്ചു. ഇതാ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടാ. ഇഡ്ഡലി ഉണ്ടാക്കിയെങ്കിൽ ടിവിയിൽ ലയിച്ചിരിക്കാണ്ടിരുന്ന ഇത് വേഗം കഴിച്ചാട്ടെ. അമ്മേ അനക്കും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോണം. അയ്യോ മോള് പോണ്ടപ്പാ. അന്ന പപ്പുവിനെ കളിക്കാൻ വിട്ടതോ? അന്ന മാത്രമാണ് കളിക്കാൻ വിടാത്തെ? അയ്യോ അപ്പു ആൺകുട്ടിയല്ലേ, മോളൊരു പെൺകുട്ടിയല്ലേ, അപ്പു പോയാലും പ്രശ്നമൊന്നുമില്ല. മോളെ അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം കൊണ്ടിരുത്താൻ പറ്റുക? അമ്മ അന്ന് പത്രത്തിലെല്ലാം കാണിച്ചു തന്നിട്ടില്ലേ പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോകുന്നത്? അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര പേടിയാണ് മോളെ വിടാൻ. അതുകൊണ്ട് മോള് ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടാ, വീട്ടിൽ നിന്ന് ഒറ്റക്ക് കഴിച്ചാൽ മതി. ആ പെൺകുട്ടികൾക്ക് അങ്ങനെ കുറേ പരിധികളുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം പോയി ഇരിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് മോളെ അമ്മ പറയുന്നത് കേട്ടിട്ട് ഒറ്റ കാടി ഇരുന്ന് അടങ്ങി കഴിച്ചോട്ടാ, സാരില്ല സാരില്ല. അമ്മേ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, ഞാനും പോയിക്കോട്ടെ? എല്ലാരും പോകുന്നുണ്ട്. എന്തോ ടൂർ പോകണമെങ്കിൽ എത്ര ദിവസത്തെ ടൂറാണ്? 3 ദിവസത്തെ ടൂറാണ്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പോയിക്കോണം. എന്നിട്ട് പറഞ്ഞ അമ്മേനോടൊന്ന് ചോദിക്കുക എന്നിട്ട് പോയിക്കോണാ പറഞ്ഞെ. പോയിക്കോട്ടെ അമ്മ, പ്ലീസ് അമ്മ പോയിക്കോട്ടെ. ആ അച്ഛൻ അങ്ങനെ പലതും പറയും, അത് കേട്ടിട്ട് നീ അങ്ങോട്ട് തുള്ളാൻ നിൽക്കണ്ട കേട്ടിനാ. ഇതും ദർശനം എല്ലാവരും പോകുന്നുണ്ടമ്മേ, ഞാൻ മാത്രമേ പോകാണ്ടില്ല. പ്ലീസ് അമ്മ പ്ലീസ്, ഞാനും പോട്ടെ. ടൂറൊന്നും പോവാൻ